ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു കമ്മൽ റീസൈക്കിൾ ചെയ്യാവേ. അതിന് ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് വേണം, പിന്നെ ഒരു കട്ട് ക്ലോത്ത് വേണം, പിന്നെ ഇതേപോലത്തെ ഹൂപ്സ് വേണം. കളറ് പോയത് പറഞ്ഞായിരുന്നു, അത് ഞാൻ എടുത്തതാണ്. എന്നിട്ട് ഈ റിങ്ങിൻ്റെ എന്തോരം വട്ടമുണ്ടെന്ന് അത് നമ്മൾ മെഷർ ചെയ്ത് നോക്കണം. മെഷറിങ് ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. അത് മെഷറിങ് ടേപ്പ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു നൂല് വല്ലതും എടുക്കുക. എന്നിട്ട് അതിങ്ങനെ ഈ മെഷറിങ് ടേപ്പ് വയ്ക്കുന്ന പോലെ ചുറ്റിനും ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എന്തോരം ലെങ്ത്ത് വരുന്നുണ്ടോ ആ ലെങ്ത്തിനനുസരിച്ച് നമ്മുടെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് 3.5 ഇഞ്ചാണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മൾ 3.5 ഇഞ്ച് ലെങ്ത്തിൽ ഒരു കാർഡ്ബോർഡ് പീസ്, 2 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാം. വിഡ്ത്ത് 1 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. നമുക്ക് ഈ മെഷർമെൻറ്റ്സ് കാർഡ്ബോർഡിൽ വരച്ചിട്ട് ഇതേപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണേ. വിഡ്ത്ത് വരുന്നത് 1 സെൻറ്റിമീറ്റർ വീതമാണ്. ലെങ്ത്ത് വരുന്നത് 3.5 ഇഞ്ച്. നമ്മുടെ ഇതിൽ ഇതേപോലത്തെ കളർ പോയ ഹൂപ്സൊക്കെ കളയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കട്ടോ. നമ്മളിത് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ക്ലോത്താണ്. ക്ലോത്ത് ഇതേപോലെ ഈ മെഷർമെൻറ്റിൽ ലെങ്ത്ത് ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 4.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കണം. രണ്ടിൻ്റെയും ലെങ്ത്ത്, 4 പീസിൻ്റെയും ലെങ്ത്ത് അത് തന്നെ മതി. പിന്നെ 2 പീസിൻ്റെ വിഡ്ത്ത് 2 സെൻറ്റിമീറ്ററും 2 പീസിൻ്റെ വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ വീതം അങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസിലേക്ക് 1 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഉണ്ടായിരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ച് ആദ്യം ഒട്ടിച്ച് തുടങ്ങിയത്, പക്ഷേ അത് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ B6000 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്ലൂ വെച്ചിട്ടാട്ടോ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് പീസിൻ്റെ വീതി കൂടിയ പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒട്ടിച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതേപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കണം. കുറച്ച് ടൈം എടുക്കും ഒട്ടാനായിട്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലും ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഈ ഒട്ടിച്ച് വെച്ച പീസുകളുണ്ടല്ലോ നമ്മുടെ റിങ്ങിൻ്റെ ചുറ്റിനും ഇങ്ങനെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് സ്റ്റിക്കാവില്ല. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. B6000 തന്നെയാണ് കേട്ടോ യൂസ് ചെയ്ത് അത് ഒട്ടിക്കാനും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കേട്ടോ. ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതായാലും പറയാം കേട്ടോ. പിന്നെ ഇതൊക്കെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, അതിൻ്റെ സൈഡിലൊക്കെ നൂലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ നല്ല നീറ്റാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയായതുകൊണ്ട് ഞാൻ ഇതിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടു. നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ലെപ്പേർഡ് പ്രിൻ്റ് ഡ്രസ്സോ അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ഇത് അടിപൊളിയായിട്ട് പോകും കേട്ടോ.